അടുത്തൊരു മുംബൈയിൽ ആ ഉദക്കുട്ടി നമ്മുടെ ആരോട് റോബിനോട് പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് അലീന ആരാണെന്നും എന്താണെന്നും. ഇതേ സമയം പെട്ടെന്ന് തന്നെ റോബിനത് അങ്ങോട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. അപ്പോഴാണെങ്കിൽ അബ്ദുക്കുട്ടി, അതായത് റോബിൻ്റെ അപ്പൻ പറയാണ്, നിനക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ പോയി ചോക്ക്, നീ അവളോട് സ്റ്റാലിനോട് ചോദിക്കുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഇച്ചായനോട് മിണ്ടാൻ പേടിയായതുകൊണ്ടല്ലേ അപ്പനെ വിട്ടത്. അപ്പോൾ അപ്പൻ അവളുമായിട്ട് ആടിപ്പാടി വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ റൂബി. അല്ലടാ, ഇത് നിന്നോട് ആര് പറഞ്ഞ്? ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആരോ നിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ലപ്പാ, സത്യം പറയ്, എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ റോബിച്ച, അങ്ങനെയൊന്നും നടന്നിട്ടില്ലടാ. സത്യം പറഞ്ഞാൽ വലിയ സംഭവമൊന്നും നടന്നിട്ടേയില്ല. ഞാൻ അവളെ ഓടിച്ച് വിടാൻ പറപ്പിക്കാനായിട്ട് കരുതി തന്നെയാണ് പോയത്. പക്ഷേ അവൾ ഇത്രക്കാരിയാണ്, ഇങ്ങനെയുള്ളവളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു. എങ്ങനെയുള്ളവൾ? അവൾ എന്താണ് അവൾക്ക് ഇത്ര പ്രത്യേകത? ഇച്ചായനും അപ്പനുമൊക്കെ അവളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പൊന്നു റോബി, അത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. നിനക്ക് നിൻ്റെ അമ്മയെ അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അതെ, അമ്മയെ അറിയാം. ചിന്നമ്മയില്ലേ, ചിന്നമ്മയുടെ അതേപോലെ വാർത്തെടുത്ത പോലെ ഒരേ അച്ചില പോലെയാണ് അവൾ ഇരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അതേടാ, എനിക്കും ആദ്യം അവളെ ഇറക്കി വിടണമെന്ന് തന്നെയായിരുന്നു. ഇറക്കി വിടാനായിട്ട് ഞാൻ ലാലിച്ചനോട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതുമായിരുന്നു. പക്ഷേങ്കിൽ സംഭവിച്ചത് നേരെ മറിച്ചായിപ്പോയി. ഞാൻ ആ പെൺകുട്ടിയെ, അതായത് അലീനയെ, തൻ്റെ പേരക്കുട്ടിയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെന്നതും അവളുടെ മുഖം കണ്ടതും ഞാൻ ചിന്നമ്മയെ ഓർത്തുപോയി എന്ന് പറയുന്നു. പിന്നെ എനിക്ക് അവളോട് ദേഷ്യപ്പെടാനോ അവളോട് പുറത്താക്കാനോ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ കൂടെ ചിരിച്ച് ഉല്ലസിച്ച് സ്റ്റാലിനുമൊത്ത്, അതായത് ലാലിച്ചനുമൊത്ത് നടന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പം നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിനക്ക് ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇല്ലേ? നീ നിൻ്റെ ഭാര്യയെയും കൂട്ടി നേരെ ചെല്ലടാ അവൻ്റെ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ദേഷ്യമൊക്കെ താനെ പോയിക്കോളും, താനെ ഇല്ലാതായിക്കോളുമെന്ന് ഔതക്കുട്ടി പറയുകയാണ് എന്ന് കാണാം. പിന്നെ ഇത്ര കൃത്യവും വ്യക്തവുമായിട്ട് വിളിച്ചു പറയാൻ ആരാടാ അവിടെയുള്ളത്? പൗലോസാണോ? അതോ അവനാണോ ആ അൻ്റപ്പൻ എന്ന് ചോദിക്കുമ്പോൾ, അതോ ഡ്രൈവറാണോ എന്ന് ചോദിക്കുമ്പോൾ, അവരാരുമല്ല എന്നെ വിളിച്ചതപ്പ. എന്നെ വിളിച്ചത് ആ റീത്തയാണ് എന്ന് പറയുന്നു. ഏത് റീത്ത? ഏത് റീത്തയെ അപ്പനറിയും? അവൾ തന്നെ. അവർ ഒരുപാട് കാര്യം പറഞ്ഞു, ഒരുപാട് എന്നെ പരിഹസിച്ചു, ഒരുപാട് നമ്മുടെ തറവാടിനെ കളിയാക്കി എന്ന് പറയുമ്പോൾ നീ അതിനൊന്നും പ്രതികരിക്കാൻ പോകണ്ട. അവർ നാവിന് എല്ലില്ലാത്ത ആളാണ് എന്ന് നിനക്കറിയാവുന്നതല്ലേ. അവരോടൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മുടെ മാവ് ചീയുമെന്ന് പറയുന്നു. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സ്വഭാവത്തിനുടമയല്ലേ ആ സ്ത്രീ. അതുകൊണ്ട് തന്നെ നീ അതൊന്നും നോക്കേണ്ട ആവശ്യമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കിയാൽ മതി. സ്റ്റാലിൻ അവർക്കുള്ളതൊക്കെ കൊടുത്തോളും. അതൊന്നോർത്ത് നീ പേടിക്കണ്ട. ഇനിയിപ്പം നിനക്ക് നാണക്കേടുണ്ടെങ്കിൽ അത് നീ പോയി അവനോട് പറയ്, എന്നിട്ട് ആ പെൺകുച്ചിനെയും കണ്ടിട്ട് വായോ. അപ്പോൾ നാണക്കേടൊന്നും ഒരു വിഷയമല്ല എന്ന്
നിനക്ക് തോന്നുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം എങ്കിൽ ഞാനൊന്ന് അവിടം വരെ ഇവളുമായിട്ട് പോയി നോക്കിയാലോ, അപ്പച്ചൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ കാണണ്ടേ, എനിക്ക് എൻ്റെ ചിന്നമ്മയെ കാണണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പോവാനായിട്ട് ഒരു പദ്ധതി എടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുക, റീത്ത വലിയ രീതിയിൽ തന്നെ കൗൺസിലിങ്ങിന് പോയിരിക്കുന്ന നമ്മുടെ എൽസിയോട് കാര്യങ്ങളൊക്കെ രാത്രി വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. എൻ്റെ എൽസി, നീ ഇവിടെ നടക്കുകയാണ്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നീ പെട്ടെന്ന് അത് നിർത്തി വരാനായിട്ട് നോക്ക്. നിൻ്റെ സ്വത്തുക്കളെല്ലാം, നിൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതെല്ലാം ആ പെണ്ണ് ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ് അവിടെ കിടന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം അവൾ സ്വന്തമാക്കും. അവൾക്കായിട്ട് അവിടെ രാജകീയമായ ഭക്ഷണവും രാജകീയമായ കിടപ്പാടവുമാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നു. എന്തായാലും ഞാൻ വരട്ടെ ചേച്ചി, നമുക്ക് എന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് മനസ്സിൽ വിഷം കുത്തി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സിൽ റീത്ത. പക്ഷേ നമ്മുടെ ടെസമോള് പറയുന്നുണ്ട്, ചേച്ചി പാവാ, ചേച്ചി എന്നോട് സംസാരിച്ചു, എനിക്ക് ചേച്ചിയെ ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ റീത്തയ്ക്ക് അത് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. റീത്തയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആരോട്, നമ്മുടെ ടെസയോട് ദേഷ്യപ്പെടാണ്. നിനക്ക് എന്തറിയാം, വെറുതെ വൃത്തികെട്ട രീതിയിൽ വന്നവളൊക്കെ അങ്ങനെ തന്നെ പോയാൽ മതി, നിങ്ങളുമായിട്ട് ബന്ധമൊന്നും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല, അവളായിട്ട് അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെസ പറയുന്നുണ്ട്, ചേച്ചി നല്ലതാ, ചേച്ചി എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ടെസ മോളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവളുടെ എൽസിയുടെ മൂത്ത മോള് പറയാണ്. അതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയ്ക്ക് ആ പറയുന്നൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റീത്ത ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സഹിക്കുക വയ്യാതെ നമ്മുടെ സ്റ്റാലിൻ്റെ മൂത്ത മോൾ, അതായത് അലീനയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ മകള് നേരെ സ്റ്റാലിൻ്റെ ഭവനത്തേക്ക് ചെല്ലുകയും സ്റ്റാലിൻ്റെ ഭവനത്തിൽ സ്റ്റാലി പപ്പയോട് ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. പപ്പയ്ക്ക് ഞങ്ങളെ വേണ്ട, പപ്പയുടെ പുതിയ മകളെ മതിയല്ലേ എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒടുവിൽ അലീനയും നമ്മുടെ സഹോദരിയും ഒന്നും രണ്ടും പറഞ്ഞ് ഒടുവിൽ അലീനയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങി കൂട്ടുകയാണ് സഹോദരി എന്ന് കാണാനായിട്ട് കഴിയും. അവരുടെ ഇടയിലേക്ക് സ്റ്റാലിൻ ചെല്ലുന്നില്ല എന്നും കാണാനായിട്ട് സാധിക്കും. അപ്കമിങ് റിവ്യൂ ആണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്